ഇന്നത്തെ ഈ ദിവസത്തിൽ ഹല്ലേലൂയ ദൈവം നിർത്തിയത് ഓർത്ത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ് സ്ത്രീകളോടുള്ളത്. ഹല്ലേലൂയ. ആ രൂത്ത്, ഹല്ലേലൂയ, നവോമിയോട് പറ്റിച്ചേർന്ന രൂത്തിൻ്റെ കാര്യം ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞേക്കാം. എല്ലാം നഷ്ടപ്പെട്ടവളെങ്കിലും അമ്മായിയമ്മയോട് ചേർന്ന് നിന്ന് ആ രൂത്ത് പറയുന്നുണ്ട്, പൊയ്ക്കോ മകളെ, ഇനി എനിക്ക് മകനില്ല, മകനെ നിനക്ക് തരാനുമില്ല. പക്ഷേ അവൾ എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല, സത്യം, നീ എന്നോട് അങ്ങനെ പറയരുതേ എന്നാണ് പറഞ്ഞത്. സ്തോത്രം. അവളോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് അമ്മായിമ്മ പറഞ്ഞത്, ആ രൂത്ത് ആ ബോബസിൻ്റെ വയൽ അവൾക്ക് കാണിച്ചു കൊടുത്തു. സ്തോത്രം. നല്ലവനായ ബോബസ് പറയുന്നത്, നിനക്കിഷ്ടമുള്ളിടത്തൊന്ന് പെറുക്കിക്കോ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അവൻ മറ്റുള്ളവരെ സ്ത്രീകളോട് പറഞ്ഞത്, ഒരു കാര്യത്തിലും അവളെ ശല്യം ചെയ്യരുത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്കറിയാത്ത വഴികളെ നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഒത്തിരി തിക്തമായ അനുഭവത്തിലൂടെ കടന്നു വന്നവരാണ് ഞാൻ, എൻ്റെ ബ്രദർ ഇന്ന് വിദേശത്തിരിക്കുന്ന തമ്പിസാറ്, അതുപോലെ കർത്താവിൻ്റെ ദാസി. നിങ്ങൾ നോക്കുമ്പോൾ പക്ഷേ മുമ്പേ ആ കർത്തദാസൻ പറഞ്ഞതുപോലെ മുള്ളുകൾക്കിടയിലെ റോസാ ചെടികൾ പോലെ തന്നെയാണോ ഓരോ കാര്യം ദൈവത്തോട് ചോദിക്കുക. അപ്പ അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, അതെങ്ങനെയാണ്, കുടുംബത്തിൻ്റെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം. എൻ്റെ ഭർത്താവ് മരിച്ചിട്ടുന്ന് 6 വർഷമായി. എങ്കിലും കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകാനോ എൻ്റെ കുഞ്ഞുങ്ങളൊന്നും എനിക്കൊരു തടസ്സമല്ല. കാരണം ഞാൻ എൻ്റെ കർത്താവിനോടാണ് ആലോചന ചോദിക്കുന്നത്. അപ്പന് എന്നോട് ഓരോ ആലോചന ഞാൻ ഓർക്കുകയാണ്. അപ്പനെന്ന് വിളിക്കുന്നത് സത്യത്തിൽ അപ്പൻ തന്നെയാണ്. ഹല്ലേലൂയ. ഒരു ഭർത്താവിൽ നിന്ന് പോലും ആ സ്നേഹം കിട്ടത്തില്ല. അപ്പൻ്റെ സ്നേഹം വലിയ സ്നേഹമാണ്. എന്ത് നമ്മൾ ചോദിച്ചാലും മകളെ മകളെ മകളെ, ഇന്നത് ഇന്നത്, അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ്. വിഷയത്തിലേക്ക് കടക്കട്ടെ. അതുകൊണ്ട് ആ രൂത്ത്, സ്തോത്രം, എന്ന ക്രിസ്തുവിൻ്റെ പരമ്പരയിലേക്ക് സ്ഥാനം കൊടുക്കുവാൻ ദൈവങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ആ ബോബസ് പറയാണ്, മകളെ നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം, എന്താണ് നിനക്ക് വേണ്ടതെന്ന്. സ്തോത്രം. അവൾ ആ നല്ല കളത്തിൽ നിന്ന്, ഹല്ലേലൂയ, ആ ബോബസിനെ പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് അവൾ ഇന്ന് ഈ ബൈബിളിലെ ഒരു പ്രധാന ആളായി മാറിയിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നല്ല രൂത്തുകളായി തന്നെ മുൻപോട്ട് പോകണം. ഈ ലോകത്തിൽ നമുക്ക് നേടാനൊന്നുമില്ല. നമുക്ക് നേടണമെങ്കിൽ ഈ കർത്താവിൻ്റെ വചനത്തിൽ നിന്നും കർത്താവിൽ നിന്നുമല്ലാതെ നമ്മൾക്കൊന്നും പ്രാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് അമ്മച്ചിമാര്, സഹോദരിമാര്, പിഞ്ചു കുഞ്ഞുങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, കർത്താവിനെ പറ്റിച്ചേരുക, നമ്മുടെ ആവശ്യങ്ങളെ വയ്ക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, യേശുപ്പച്ച, എൻ്റെ മാതാപിതാക്കൾക്ക് പണമില്ലല്ലോ, എനിക്കിന്നത് ആവശ്യമാണ്, യേശുപ്പൻ കൃത്യമായി നിങ്ങൾക്ക് തരും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആ രൂത്തിനെ പോലെ ഇടറിപ്പോകാതെ, താഴ്ന്നു പോകാതെ, അമ്മാവിയമ്മയോട് പറ്റിച്ചേർന്ന പോലെ ക്രിസ്തുവിനോട് നമ്മൾ പറ്റിച്ചേർന്നാൽ നമ്മുടെ എല്ലാ കാര്യവും യേശുപ്പൻ സാധിച്ചു തരും.